പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം നിർമ്മിച്ച 3 വീടുകളുടെ താക്കോൽദാനം നടന്നു. തിരുവനന്തപുരം നഗരസഭ നെടുമങ്ങാട് വാർഡിലെ 3 കുടുംബാംഗങ്ങൾക്ക് വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി. മിസോറാം മുൻ ഗവർണറും BJP ദേശീയ നിർവാഹക സമിതി അംഗവുമായ കുമ്മനം രാജശേഖരൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. തിരുവനന്തപുരം പാപ്പനംകോട് എസ്റ്റേറ്റ് വാർഡിൽ സത്യനഗറിൽ അരവിന്ദം എന്ന സ്ഥലത്താണ് പ്രധാനമന്ത്രി ആവാസ് യോജനയിലെ അംഗങ്ങൾക്കുള്ള വീട് ഒരുങ്ങിയത്. തിരുവനന്തപുരം നഗരസഭയിലെ നെടുങ്ങാട് വാർഡിൽ താമസിച്ചിരുന്ന 3 കുടുംബങ്ങൾക്കാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ ചിരകാല സ്വപ്നം പൂവണിഞ്ഞത്. വീട് കിട്ടിയത് വളരെ സന്തോഷം. കിട്ടാൻ കാരണം നമ്മുടെ കർമ്മരാജ്യത്ത് നെടുങ്ങാട് കൗൺസിലറായിട്ട് വന്നതിന് ശേഷമാണ് കിട്ടിയത്. അതിനു മുമ്പ് ഞാൻ 15 വർഷം എഴുതി കൊടുത്തുകൊണ്ടിരുന്ന് നമ്മളെ പുറം തള്ളിക്കൊണ്ടിരുന്നു. ഇപ്പം ബഹുമാനപ്പെട്ട കൗൺസിലർ വന്നപ്പം എനിക്ക് ആദ്യം കിട്ടി. നമ്മുടെ ഒരു വലിയ സ്വപ്നമാണ് ഇപ്പോൾ സാക്ഷാത്കരിച്ചത്. പ്രധാനമന്ത്രി ആവാസ് യോജന വഴി നമുക്ക് ഇത് ലഭിച്ചു, അത് എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ സാധിച്ചു. വളരെയധികം സന്തോഷമാണ്. വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നത് ഒരാഗ്രഹമാണ്. പക്ഷേ നമ്മളുടെ ഒരു പ്രധാനമന്ത്രിയുടെ ഇതും നമ്മുടെ ജനകീയ കൗൺസിലറും ഉണ്ടായിരുന്നുകൊണ്ട് ആ സ്വപ്നം സഫലീകരിക്കാൻ സാധിച്ചു. അതിലെല്ലാവരോടും നന്ദി പറഞ്ഞുകൊള്ളുന്നു. നമ്മൾ വിചാരിക്കാത്ത സ്വപ്നം സാക്ഷാത്കരിച്ച ഒരു സന്തോഷത്തിലാണ്. അതെങ്ങനെ പറഞ്ഞു അറിയിക്കാൻ പറ്റുന്നില്ല. ചടങ്ങിൽ മിസോറാം മുൻ ഗവർണറും BJP ദേശീയ നിർവാഹക സമിതി അംഗവുമായ കുമ്മനം രാജശേഖരൻ പങ്കെടുത്തു. അടിസ്ഥാന സൗകര്യ വികസനത്തിന് നരേന്ദ്രമോദി സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. എല്ലാവർക്കും അടച്ചുറപ്പുള്ള വീടുണ്ടാകുന്നതോടെ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന മഹാബലി സങ്കല്പം പ്രാവർത്തികമാകുമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ഒരു പൗരന് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിയന്തരമായിട്ടുള്ള ആവശ്യം. അത് നിറവേറ്റുക എന്നുള്ളതാണ് ഒരു സർക്കാരിൻ്റെ കടമ. വാസ്തവത്തിൽ ഈ കഴിഞ്ഞ 10 വർഷത്തിലേറെ കാലം ഈ ഭാരതം ഭരിച്ച നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ജനങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിറവേറ്റാനാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചത്, പദ്ധതികൾ തയ്യാറാക്കിയത്. അതെല്ലാം നടപ്പിലാക്കുകയാണ്, പറഞ്ഞതെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും വീടില്ലാത്തവരുണ്ട്, ഭൂമിയില്ലാത്തവരുണ്ട്. അവർക്കെല്ലാം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പദ്ധതി പ്രകാരം അതെല്ലാം ഉടനെ പൂർത്തിയായി വളരെ സന്തോഷപ്രദമായ ഒരു ജീവിതം നയിക്കാൻ അവർക്ക് കഴിയട്ടെ. ഈ ഓണം, ഈ അവിട്ടനാൾ തീർച്ചയായും ഓണത്തിൻ്റെ മഹത്തായ സന്ദേശം സന്തോഷത്തോടും ആനന്ദത്തോടും സൗഹൃദത്തോടും കൂടി ഉള്ള ഒരു സഹജീവനത്തിൻ്റെ സന്ദേശമാണ്, സഹവർത്തിത്വത്തിൻ്റെ സന്ദേശമാണ്. എല്ലാവർക്കും വീടുണ്ടാകുമ്പോഴാണ് എല്ലാ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന ആ ഓണത്തിന്റെ സന്ദേശം പ്രാവർത്തികമാക്കുക. നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതികൾ നടപ്പിലാക്കുന്ന സ്ഥലമായി തിരുവനന്തപുരം മാറിയെന്നും ഇനിയും നിരവധി പദ്ധതികൾ നടപ്പിലാക്കാനുണ്ടെന്നും BJP നെടുങ്ങാട് വാർഡ് കൗൺസിലർ കരമന അജിത്ത് പറഞ്ഞു. ഈ 3ാം ഓണത്തിന് നമ്മുടെ ഈ ഗ്രാമത്തിൽ അരവിന്ദം എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഇവിടെ ഇപ്പോൾ 7ഓളം വീടുകളാണ് നിർമ്മിക്കപ്പെട്ട് കൊടുത്തിട്ടുള്ളത്. അതിൽ 3 വീടുകളും നെടുങ്ങാട് വാർഡിലെ താമസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഗുണഭോക്താക്കളായിരുന്നു. അവർക്ക് വേണ്ടിയാണ് നൽകിയത് 3. മറ്റൊന്ന് മേലാങ്കോട്, അതുപോലെ തന്നെ എസ്റ്റേറ്റ്, അതുപോലെ തന്നെ പാപ്പനംകോട് തുടങ്ങിയ വാർഡുകളിൽ നിന്നും 7 വീടുകളാണ് ഈ ഗ്രാമത്തിൽ നമ്മുടെ ഈ പ്രധാനമന്ത്രി ആവാസ് യോജന വഴി നിർമ്മിക്കപ്പെട്ടത്. തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കിയ ഒരു ഇടം എന്നുള്ള ഒരു അവകാശം കൂടി ഈ പ്രദേശത്തിനുണ്ട്. നമ്മുടെ നരേന്ദ്രമോദി പ്രഖ്യാപിക്കപ്പെട്ട ഓരോ പദ്ധതികളും അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമമായി, ഒരു നാടായി, ഒരു നഗരമായി ഈ തിരുവനന്തപുരം മാറുകയാണ്. ജൽജീവൻ മിഷൻ പ്രകാരമുള്ള സൗജന്യ വാട്ടർ കണക്ഷൻ അടക്കമുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തിയാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. പ്രദേശത്ത് 6 വീടുകളാണ് PMAY പദ്ധതി പ്രകാരം നിർമ്മിച്ചത്. കഴിഞ്ഞ 4 വർഷത്തിനിടെ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം നെടുമങ്ങാട് വാർഡിൽ നിന്ന് മാത്രം 86 വീടുകൾ നിർമ്മിച്ചു നൽകി. ജനം, തിരുവനന്തപുരം.